സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് +2 ഫിസിക്സ് ചാപ്റ്റർ 2 പാർട്ട് നമ്പർ 2 ആണ്. ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു വീഡിയോ കാണേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ ഒരു ടോപ്പിക്കാണ്, അതൊരു ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ? അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് അറിയണം. ഈ ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പറയുന്നത് +2 ഫിസിക്സ് ചാപ്റ്റർ 1 ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പറയുന്നത്. എനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇലക്ട്രിക് ഡൈപോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു വീഡിയോ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ ക്ലിയർ ആവൂ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ P is equal to AQ എന്നുള്ളതാണ് കേട്ടോ. P is equal to AQ. P ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ P വെക്ടർ ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനി വൺ ഓഫ് ദ ചാർജസ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് എന്നാണ് പറയും. ഓക്കെ, P is equal to AQ. ആ രണ്ട് ഡൈപോൾ തമ്മിലുള്ള സെപ്പറേഷൻ, ആ രണ്ട് ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് 2A. അതിൽ ഏതെങ്കിലും ഒരു ചാർജ്, ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ഇത് എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുക, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, നമുക്ക് ആദ്യം ഒന്ന് ഇലക്ട്രിക് ഡൈപോൾ ഒന്ന് കാണിക്കാം. ഇലക്ട്രിക് ഡൈപോൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കാണിക്കാം. 2 ചാർജസ് സെപ്പറേറ്റ് ബൈ, അതായത് +Q ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇയാൾ നെഗറ്റീവ് Q. ഓക്കെ, ഇനി ഇവിടെ തന്നെ എഴുതാൻ നിർബന്ധമില്ല, പ്ലസ് ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ പ്ലസ് കാണിച്ചു, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2A ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 2A ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാൻ. ഓക്കെ, ഞാൻ താഴെയാണ് നോട്ട് ചെയ്യുന്നത്, എനിക്ക് നോട്ട് ചെയ്യുന്നത് താഴെയാണ് 2A. അതായത് ഈ ഡിസ്റ്റൻസ് A ആണ്, ഈ ഡിസ്റ്റൻസ് A ആണ്. ഇവർ തമ്മിൽ സെൻറ്റർ ഒറിജിൻ O ആണ് കേട്ടോ. അപ്പോൾ രണ്ട് ചാർജസ്. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ ആദ്യം അറിയണം ഒന്നുകൂടി. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ്, സ്മോൾ ഡിസ്റ്റൻസ് 2A ആണ്. അപ്പോൾ സെൻറ്ററിൽ നിന്നും ഈ പ്ലസ് ചാർജ് പോസിറ്റീവ് ചാർജിലേക്ക് ഡിസ്റ്റൻസ് A ആണ്. സിമിലർലി നെഗറ്റീവ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ A ആണ്. ഓക്കെ, എനിക്കിവിടെ ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന് നിയർ ബൈ ആയിട്ട് ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതാണ് ആ പോയിന്റ്, നെയിംഡ് ആസ് P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കുക. ഈ Pയിൽ എത്ര ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ ഫ്രം ഒറിജിൻ ഈ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്നും സ്കെയിൽ യൂസ് ചെയ്ത് വരക്കാം. ഒറിജിനിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. ഒറിജിനിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണെന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കാം. ഓക്കെ, 6 ഡിസ്റ്റൻസ് ആണ് ഫ്രം ഒറിജിൻ. ഇനി ഫ്രം പോസിറ്റീവ് ചാർജ് ഞാൻ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രം പോസിറ്റീവ് ചാർജ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആയിട്ടും ഫ്രം നെഗറ്റീവ് ചാർജ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്ത് വരക്കാം. ബെൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് തന്നെ വരക്കണം. R2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫിഗർ നല്ല നീറ്റായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിയൽ ലൈൻ, ഇക്വിറ്റോറിയൽ ലൈൻ. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്, ബിക്കോസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ R ആണ്. ഫ്രം പോസിറ്റീവ് ചാർജ് R1 ആയിട്ട് എടുത്തിരിക്കുന്നത്, ഫ്രം നെഗറ്റീവ് ചാർജ് R2 ആയിട്ടാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും X1 എന്നോ X2 എന്നോ, ഞാൻ R1 R2 ആയിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ ഫ്രം സെൻറ്റർ ഈ Pയിലേക്കുള്ള ഒരു ബെൻഡിങ് കാണാം. ഈ ഒരു ആംഗിൾ ഇലക്ട്രിക് ഡൈപോൾ ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ തമ്മിലുള്ള ആംഗിൾ എന്തായാലും കാണിച്ചിരിക്കുന്നുണ്ട്, θ ആയിട്ടാണ്. ഇലക്ട്രിക് ഡൈപോൾ വെക്ടറും ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടർ തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഇൻക്ലിനേഷൻ θ ആണ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഫസ്റ്റ് വീഡിയോയിൽ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത കാര്യം അവിടെ പഠിച്ചിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിനെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇങ്ങനെയാണ്: 1/4πε0 Q/R. അല്ലെ, 1/4πε0 Q/R ജനറൽ എക്സ്പ്രഷൻ ആണ് കേട്ടോ. ഇത് പഠിച്ചു വെക്കുക. 1/4πε0 Q/R പറയുന്നത് അതുപോലെ പഠിച്ചോളുക. എന്ത് ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. 1/4πε0 Q/R. അങ്ങനെയാണെങ്കിൽ പ്ലസ് ചാർജ് എത്ര തരും, പോസിറ്റീവ് ചാർജ് എത്ര പൊട്ടൻഷ്യൽ തരും, നെഗറ്റീവ്. നമുക്ക് 1/1 പോയിന്റ് ചാർജ് വെച്ച് കാണാം. അപ്പോൾ പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഞാൻ V+ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ സെന്റൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നോട്ട് ചെയ്യണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്
ഈ പോസിറ്റീവ് ചാർജ് പിയിൽ എത്ര പൊട്ടൻഷ്യൽ കൊടുക്കും? അപ്പോൾ എന്താ സിമ്പിൾ ആണ്, 1/4πε0. എന്താ പ്രശ്നം? ക്യൂ. ഓക്കെ, പ്ലസ് ആണെങ്കിൽ പ്ലസ് ക്യൂ ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ എന്ന് മാത്രം എഴുതിയാൽ മതി. ആ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് r അല്ല, അത് r1. സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുക, സിമ്പിളാണ്. സിമിലർലി പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്, ഇയാൾ ഇവിടെ എത്ര പൊട്ടൻഷ്യൽ കൊടുക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് പറയണം 1/4πε0 നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് തന്നെ കൊടുക്കണം കേട്ടോ, കാരണം സ്കേലാർ ആണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് എന്ന് വ്യക്തമായിട്ട് നോട്ട് ചെയ്യണം. -q ഡിവൈഡഡ് ബൈ എത്ര വരും? r2 വരുമല്ലോ. അപ്പോൾ -q ഡിവൈഡഡ് ബൈ r2. അപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക്, അല്ലെങ്കിൽ രണ്ട് ഇയാൾ തരുന്ന പൊട്ടൻഷ്യലും ഇയാൾ തരുന്ന പൊട്ടൻഷ്യലും ഞാൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ടോട്ടൽ ആണ് വേണ്ടത്. ഡൈപോൾ ആകുമ്പോൾ രണ്ട് പൊട്ടൻഷ്യൽ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട്, ഞാൻ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിനെ ഇൻ ടേംസ് ഓഫ് ആറിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കിയാണ്. ഓക്കെ, r1 r2 ഉണ്ട്, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് ആറുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ആറിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുക, എന്താ ഒരു ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ഈ r1ഉം r ഉം നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ലെങ്തി? ആരാണ്? r1 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണോ ഈ ഒരു ഡിസ്റ്റൻസ് ആണോ കൂടുതൽ? ഷുവർലി r1 അല്ലേ? r1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r-നേക്കാളും കൂടുതലാണ്. അപ്പോൾ r-നോട് എത്രയൊരു ഡിസ്റ്റൻസ്, അതായത് ഇതിൽ നിന്നും ഈ r1, ഈ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ r-ലേക്ക് കാണിക്കുകയാണ്. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഞാൻ ഇതാ ഈ r-ലേക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് r-ലേക്ക് വരച്ചിട്ടുണ്ട്, ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഷുവർലി ഓപ്പോസിറ്റ് ആംഗിൾ ഇയാൾ തീറ്റ ആയിരിക്കില്ലേ? ഫിഗർ കുറച്ച് ഇത് വരക്കുക, ഇവിടെ തീറ്റ ആയിരിക്കും കേട്ടോ. ഇയാൾ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ A എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ r1 കിട്ടണമെങ്കിൽ r-നോട് ഈ ഒരു ഡിസ്റ്റൻസ് കൂട്ടിയാൽ പോരെ. അപ്രോക്സിമേറ്റ്ലി ആണ്, ശരിക്കും അല്ല, ചെറിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാകും, കാരണം അവിടെ കൊസൈൻ ലോയൊക്കെ കൊടുക്കാനുണ്ട്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താലും മതിയാകും. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതാണ് r. ഈ r-നോട് ഈ ഒരു ഡിസ്റ്റൻസ് OA ആണെങ്കിൽ r+OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് r1-ന് ഈക്വൽ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കില്ല, ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാകും, പക്ഷെ അപ്രോക്സിമേറ്റ്ലി അതിന് ഈക്വൽ ആയിരിക്കും. സിമിലർലി വേണമെങ്കിൽ ആദ്യം അതിന് ശേഷം നമുക്ക് r2ലേക്ക് പോകാം. ദാറ്റ് ഈസ് ഫ്രം ഫിഗർ r1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r+OA ആയിരിക്കും. എൻ്റെ ഫിഗറിൽ ഈ OA-നോട് ഈ r കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് r1-ന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഒരു കാര്യം കൂടി ചെയ്യാം. വാട്ട് ഈസ് OA? നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ നമുക്ക് OA എന്ന അഡ്ജസന്റ് സൈഡ് കിട്ടും. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ കേട്ടോ. ഇവിടെ ആംഗിൾ തീറ്റ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സൈസ് കുറവായിട്ട് നോട്ട് ചെയ്തിരിക്കുന്നത് ആംഗിൾ തീറ്റ ശരിക്കും മനസ്സിലാക്കണം. ഒരു തീറ്റ ഉണ്ട്. ഈ ഡിസ്റ്റൻസ് അഡ്ജസന്റ് സൈഡ് OA ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആരാ? A ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഈക്വൽ OA ഡിവൈഡ് ബൈ A ആണെങ്കിൽ OA ഈസ് ഈക്വൽ ടു A cos theta ആയിരിക്കില്ലേ? OA is equal to A cos theta. അങ്ങനെയാണെങ്കിൽ R1 becomes R+A cos theta ആയിരിക്കില്ലേ? അപ്പോൾ എനിക്ക് R1 കിട്ടിയിട്ടുണ്ട്. R1 അവിടെ കിട്ടി. ഇൻ ടേംസ് ഓഫ് R കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇൻ ടേംസ് ഓഫ് R ആക്കണം, അതാണ് ഉദ്ദേശം. ഇൻ ടേംസ് ഓഫ് R+A cos theta ആണ് കിട്ടി. ഇനി സിമിലർലി R2 എന്താണെന്ന് നോക്കണം. R2 ഇൻ ടേംസ് ഓഫ് R എന്താണ്? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് രണ്ട് ഡിസ്റ്റൻസ് R-ഉം R2 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും R ആണ് കൂടുതൽ R2-നേക്കാളും അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ കൂടുതൽ? R കൂടുതൽ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് R2 ആണ്. അപ്പോൾ R-ൽ നിന്നും എത്രയോ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതൊരു എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? R2. അതായത് ഞാൻ ഈ പോയിന്റിൽ നിന്നും നെഗറ്റീവ് ചാർജിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഇതിലേക്ക് വരയ്ക്കുന്നുണ്ട്, R-ലേക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിനെ B എന്ന് കാണിക്കുകയാണ്. ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ടോട്ടൽ ആണ്, ഇത് വേണമെങ്കിൽ എടുത്ത് വരക്കാം. ഇയാൾ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചു. ഇതാ ഇയാളായിരുന്നു നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ്. ഇയാൾ O, ഇയാൾ B ആണ്. ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട് കേട്ടോ. ഇവിടെ ആംഗിൾ തീറ്റ ഉണ്ട്. ഈ പോയിന്റ് ആണ് നമ്മുടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആണ് R. ഇത് കംപ്ലീറ്റ് ആണ് R. ഈ R-ൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ രണ്ടാളും ഈക്വൽ ആയിരിക്കും. തൊട്ട് മുമ്പ് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമ്മൾ കൊസൈൻ ലോന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താലും മതിയാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് പറയണം ആ ഒരു R2 ഇൻ ടേംസ് ഓഫ് R എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുക. R2 ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ R മൈനസ് ഇത് കുറക്കണം അല്ലെ, മൈനസ് ചെയ്യണം. R - OB ആയിരിക്കും R2 എന്നാണ് പറയുന്നത്. R - OB. R എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ് R. അതിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് R2-ന് ഈക്വൽ ആയിരിക്കും. R - OB ഇസ് ഈക്വൽ ടു R2. വാട്ട് ഈസ് OB? തൊട്ട് മുമ്പ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെയുള്ള ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എത്രയാ?
തീറ്റയാണ് അല്ലേ, ഇയാൾ തീറ്റയാണ്, ഇയാൾ എ ആണ്, ഒ ബി ജസ്റ്റ് ആ ട്രയാങ്കിൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സിയോ എന്തെങ്കിലും നെയിം കൊടുക്കാം. കൺസിഡർ ദ ട്രയാങ്കിൾ ഒ ബി സി. നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ. കോസ് തീറ്റ തീറ്റ എന്ന് വെച്ചാൽ അഡ്ജസെന്റ് സൈഡ് ആരാ? ഒ ബി. ഹൈപ്പോട്ടനസ് അല്ലെ നമ്മളെ ഇതാര് വരും? ഹൈപ്പോട്ടനസ് ആര് വരും? എ വരും. ഓക്കെ, അപ്പോൾ ഒ ബി ബൈ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഒ ബി is equal to എ കോസ് തീറ്റ എന്ന് വരും. ഒ ബി is equal to എ കോസ് തീറ്റ തന്നെയാണ് തൊട്ട് മുമ്പ് ഒ എ കിട്ടിയവിടെ. അങ്ങനെയാണെങ്കിൽ R2 എക്സ്പ്രഷൻ എന്തായിരിക്കും? therefore R2 is equal to R minus what is OB? OB ആരാ? എ കോസ് തീറ്റ. അപ്പൊ എനിക്ക് R1 കിട്ടിയിട്ടുണ്ട്, R2 കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൊടുക്കുക, R1 R2 ഇവിടെ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും പൊട്ടൻഷ്യൽ ഈ ഒരു പോയിന്റിൽ എത്രയാണ് തന്നിട്ടുണ്ട്. പക്ഷെ അത് R1ന്റെയും R2ന്റെയും ടേമിലായിരുന്നു. അതിനെ ഇൻ ടേംസ് ഓഫ് R ആക്കി കൺവേർട്ട് ചെയ്തു. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു അപ്രോക്സിമേഷൻ ആ ഒരു റൂൾ തന്നെ യൂസ് ചെയ്താൽ നമുക്ക് മതിയാകും. പക്ഷെ ഞാൻ പറഞ്ഞത് അപ്രോക്സിമേഷൻ ആണ്, ഈക്വൽ ടു കറക്റ്റ് ആയിരിക്കില്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ നമുക്ക് കൊസൈൻ ലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു റിലേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇക്വേഷൻ ഒരു ഫിഗർ റബ്ബയാണ് നമുക്ക് ഈ ഒരു കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും പൊട്ടൻഷ്യൽ ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/4πε0 ക്യൂ അങ്ങനെ തന്നെ ഉണ്ട്. ക്യൂ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് R1? R1 ഈസ് R പ്ലസ് എ കോസ് തീറ്റ. R1 ഈസ് R പ്ലസ് എ കോസ് തീറ്റ. സിമിലർലി നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് R2? ഇവിടെ R2 പകരം R മൈനസ് എ കോസ് തീറ്റ കൊടുത്തു. ഓക്കെ, അപ്പൊ R പ്ലസ് എ കോസ് തീറ്റയും R മൈനസ് എ കോസ് തീറ്റയും അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് വേണ്ടത്. അപ്പൊ ഇത് രണ്ടാളും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് പി വേണേൽ വി പി എന്ന് കാണിക്കാം. ദാറ്റ് ഈസ് വി പ്ലസ് പ്ലസ് വി എ മൈനസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, 1/4πε0 കോമൺ ആയിട്ട് എടുക്കുകയാണ്. 1/4πε0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ക്യൂ കൂടി കോമൺ ആയിട്ട് എടുക്കാം. ക്യൂ ബൈ 4πε0 കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇവിടെ ആര് മാത്രമേ ബാക്കിയുള്ളൂ? 1/r പ്ലസ് എ കോസ് തീറ്റ. ഇവിടെ ഇത് മാത്രം ബാക്കിയുള്ളൂ 1/. ഓക്കെ, ക്യൂ പുറത്തെടുത്തിട്ടുണ്ട്. 1/r പ്ലസ് എ കോസ് തീറ്റ. പിന്നെന്താ? പ്ലസ് ചെയ്യണം. പക്ഷെ ഇവിടെ ആര് ബാക്കിയുണ്ട്? ആ ക്യൂ ബൈ 4πε0 പുറത്തെടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു -1 ബാക്കിയുണ്ട്. അപ്പൊ -1/r മൈനസ് എ കോസ് തീറ്റ. 1/r പ്ലസ് എ കോസ് തീറ്റ പ്ലസ് ഇട്ടു -1/r മൈനസ് എ കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? ഇവിടെ മൈനസ് ക്യൂ മാത്രമേ പുറത്തുള്ളൂ. ക്യൂ ബൈ 4πε0 മാത്രമാണ് ഞാൻ പുറത്തെടുക്കുന്നത്. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ -1/r മൈനസ് എ കോസ് തീറ്റ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ഓവറോൾ സൈൻ ആരായിരിക്കും? മൈനസ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ അവിടെ കിട്ടും. ദാറ്റ് ഈസ് ഔട്ട് സൈഡിൽ ബ്രാക്കറ്റ് പുറത്ത് ആരുണ്ട്? ക്യൂ ബൈ 4πε0. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇയാൾ ഇങ്ങോട്ടേക്ക് വരും. R മൈനസ് എ കോസ് തീറ്റ മൈനസ് കോമൺ ആയിട്ട് ഇടണേ. ഇത്രയും ടൈമിന് മൈനസ് R പ്ലസ് എ കോസ് തീറ്റ അതവിടെ കൊടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് ചെയ്ത് ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് R പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു R മൈനസ് എ കോസ് തീറ്റ. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിന് കൂടെ തന്നെ ചെയ്ത് വന്നോ. ക്യൂ ബൈ 4πε0 R മൈനസ് R മൈനസ് R ക്യാൻസൽ ആകും. മൈനസ് എ കോസ് തീറ്റ മൈനസ് എ കോസ് തീറ്റ മൈനസ് എന്താവും? പ്ലസ് ആകും. അപ്പൊ അവിടെ ആൻസർ ആയിട്ടുണ്ടാവും -2a കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ മൈനസ് പ്ലസ് വന്നാൽ മൈനസ് കേട്ടോ. അതാണ് ഓർമ്മിക്കട്ടെ. മൈനസും പ്ലസും ക്യാൻസൽ ആയി പോകാതെ ചിന്തിക്കണ്ട. -a കോസ് തീറ്റ മൈനസ് പുറത്തുണ്ടായിരുന്നു. ഈ മൈനസും പ്ലസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൈനസിലേക്കാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസിലേക്കാണ് വരിക. Then R plus a cos theta into R minus cos theta. A plus b into a minus b. A square minus b square ആയതുകൊണ്ട് R plus a cos theta into R minus a cos theta. R square minus a square cos square theta ആണ്. A plus b into a minus b ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് അറിയില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. A plus b into a minus b. A square minus b square. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, മൈനസ് എടുക്കണമെന്നില്ല, ഓൺലി അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്താലും മതി. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാണ്. ദെൻ നമുക്ക് ആയിട്ടില്ല, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു സിമ്പിൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ വി പി പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ ഇവിടെ മൈനസിനെ ഇവിടെ മാറ്റിയാണ്, അതായത് പോസിറ്റീവ് മാത്രം എടുക്കുന്നത്. ഓക്കെ, അതിന്റെ ഡിറക്ഷൻ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി.
2AQ cos theta. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് 2A ഫസ്റ്റ് എഴുതി, Q എഴുതി, cos theta എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4πε0 ഉണ്ട്, പിന്നെ r² മൈനസ് a² cos സ്ക്വയർ തീറ്റ ഉണ്ട്. ഈ ഒരു ടേം അവിടെയുണ്ട്. സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ഈ 2AQ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, P is equal to 2AQ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് 2AQ. അപ്പൊ 2AQ എന്ത് കൊടുക്കാം? P എന്ന് കൊടുക്കാം. P cos theta divided by 4πε0 into r² മൈനസ് a² cos സ്ക്വയർ തീറ്റ എന്ന് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ 2AQ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണെന്ന് അവിടെ അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒന്നും മിസ്സായിട്ടില്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കൊരു കണ്ടീഷൻ എടുക്കാം. ഇഫ് ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, ഇഫ് ആർ, നമുക്ക് ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ ആർ എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, 2A തന്നെ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, പിന്നെ എന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എയും ആറും കമ്പയർ ചെയ്യുമ്പോൾ ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വരും. അപ്പൊ നമ്മൾ ജനറൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിട്ട് മാറും? എ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർ a² cos സ്ക്വയർ തീറ്റ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. നമുക്കത് നെഗ്ലക്ട് ചെയ്ത് കളയാം. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എടുത്ത പോയിന്റ് P എന്താ വരിക? 1/4πε0 P cos theta divided by, ഇവിടെ ഇയാൾ 0 ആയിപ്പോയി, ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? r² മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് P is 1/4πε0 P cos theta divided by r² ആയിരിക്കും എന്നുള്ള കാര്യം അവിടെ ഓർമ്മിക്കാം. അപ്പൊ പറഞ്ഞ കാര്യം, ഞാൻ പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു, നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു, ദെൻ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ R1നെയും R2നെയും ഞാൻ ഇൻ ടേംസ് ഓഫ് ആറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ r+a cos theta, മറ്റാൾ r-a cos theta വരുന്നു. ദെൻ രണ്ടാളും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. പിന്നെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഫൈനൽ എക്സ്പ്രഷൻ എന്താ? 1/4πε0 P cos theta divided by r². ഇവിടെ ആംഗിൾ തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കിവിടെ നമ്മൾ നോർമലി ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുമ്പോൾ ഇന്ന ആംഗിൾ എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആക്സിയലും ഇക്വിറ്റോറിയലാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ ആക്സിയലും ഇക്വിറ്റോറിയലും ചെയ്യാതെ? കാരണം ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതോടെ ആക്സിയലും ഇക്വിറ്റോറിയലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജനറലി ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? തീറ്റ സിറ്റുവേഷൻ കൊടുത്താൽ മതി. അതായത് എനിക്ക് ആക്സിയൽ എത്ര, ഇക്വിറ്റോറിയൽ എത്ര എന്ന് കൂടി കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ചെയ്തതുപോലെ ആക്സിയലും ഇക്വിറ്റോറിയലും പൊട്ടൻഷ്യലും ഡയറക്റ്റ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആക്സിയൽ ഇവിടെ ഇതായിരുന്നു തീറ്റ. ഓക്കെ, ഇങ്ങനെയായിരുന്നു തീറ്റ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ആക്സിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കണം. അപ്പൊ ഈ പോയിന്റ് എങ്ങോട്ട് വരണം? ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇയാൾ ഇങ്ങനെ വരണം. അപ്പൊ ആക്സിയലിന്റെ കേസിൽ തീറ്റ എന്തായിട്ട് മാറും? 0. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാം. ആക്സിയൽ ഫസ്റ്റ് കേസ് കൊടുക്കാം. ആക്സിയൽ എത്രയാണ് പൊട്ടൻഷ്യൽ? ഇൻ കേസ് ഓഫ് ആക്സിയൽ തീറ്റ സിക്വൽ എത്രയായിരിക്കും? 0 ഡിഗ്രി. ഞാൻ ഈ തീറ്റ ഈ ഒരു പോയിന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് തീറ്റ ഇലക്ട്രിക് ഡൈപോളുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്സിൽ വരുമ്പോൾ തീറ്റ എന്താ? 0 ആയിരിക്കും. ഇയാൾ ഇങ്ങോട്ടേക്കാ വരുക. അപ്പൊ എന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ഒരു പോയിന്റിൽ, ആക്സിയൽ പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 1/4πε0 P cos theta. തീറ്റ ഒക്കെ എന്ത് കൊടുക്കാം? 0 ഡിവൈഡഡ് ബൈ r². cos 0ന്റെ വാല്യൂ 1 ആണ്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഓൺ ആക്സിയൽ ആണെങ്കിൽ P ഡിവൈഡഡ് ബൈ r² ആയിരിക്കും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടൂ, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ 1/4πε0 P/r² ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ആക്സിയൽ കിട്ടി. ഇനി സിമിലർലി ഇക്വിറ്റോറിയലിലേക്ക് പോകണം. ഇക്വിറ്റോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ എത്ര വരിക? ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ഇതാ ഇക്വിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഇയാളാണ് ഇക്വിറ്റോറിയൽ. ആംഗിൾ എത്രയാ? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റോറിയൽ ലൈനിലാണ്. ഇക്വിറ്റോറിയൽ ലൈനിന്റെ കേസിൽ തീറ്റ എത്രയായിരിക്കും? 90 ഡിഗ്രി. ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ്. ഇവിടെയാണ് ആ പോയിന്റ് എങ്കിലോ? അത് നേരത്തെ ഇവിടെയാണ് പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ആക്സിയൽ കണ്ടുപിടിച്ചു. ഇനി ഇവിടെയാണ് ആ പോയിന്റ് എങ്കിൽ എത്രയായിരിക്കും? VP is equal to 1/4πε0 P cos തീറ്റയ്ക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കണം? 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ r². cos 90ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് 0 ആണെങ്കിൽ ഓവറോൾ ടേം എന്തായിട്ട് മാറും? 0. അപ്പൊ ഇക്വിറ്റോറിയലിൽ പൊട്ടൻഷ്യൽ ഇല്ല. ഇക്വിറ്റോറിയൽ പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ വരിക. അപ്പോൾ ആദ്യം ചെയ്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കാണാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലിങ്ക്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കേണ്ട. കാരണം ഇനിയുള്ള ടോപ്പിക്സും ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ടേംസ് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് അറിയാം. ആ ഇലക്ട്രിക് ഡൈപോളിൽ തരുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പി ആണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറലി കണ്ടുപിടിച്ചു. അതിനുശേഷം ആക്സിയലിൽ തീറ്റ 0 കൊടുക്കുന്നു. ഇക്വിറ്റോറിയൽ ആവുന്ന സമയത്ത് തീറ്റ 90 ഡിഗ്രി കൊടുത്തിട്ട് 2 എക്സ്പ്രഷനും അവിടെ ഉണ്ടാക്കി. ഇത് റിലേറ്റ് ചെയ്തൊരു സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയിട്ടുള്ള 2AQ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർലി കമന്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.